ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഹൊറർ സ്റ്റോറി ആയാലോ. നിങ്ങൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ഹോണ്ടഡ് റെയിൽവേ സ്റ്റേഷനിലൊന്നാണിത്. ഒരു പ്രേതശല്യം കാരണം 42 വർഷം അടച്ചിട്ടൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. 1967 ഈ റെയിൽവേ സ്റ്റേഷനിൽ പുതിയൊരു സ്റ്റേഷൻ മാസ്റ്റർ ചാർജ് എടുത്തു. ഇദ്ദേഹം ചാർജ് എടുത്തുന്ന രാത്രി മുതൽ ദിവസേന രാത്രി കാലങ്ങളിൽ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടിയിട്ട് ഒരു സ്ത്രീ ഓടിപ്പോകുന്ന ഇദ്ദേഹം കാണാൻ തുടങ്ങി. സാധാരണ രാത്രി കാലങ്ങളിൽ ഈ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാര്യം ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ഇദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് മുമ്പ് അവിടെ മരിച്ച ഒരു സ്ത്രീയുടെ ആത്മാവാണെന്നും ആ സ്ത്രീയാണ് നിങ്ങൾ രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഓടിപ്പോകുന്നതായിട്ട് കാണുന്നതെന്നുമാണ്. ഇതൊക്കെ കേട്ട് പേടിച്ചെങ്കിലും അടുത്ത ദിവസം ഈ സ്ത്രീയെ ഫോളോ ചെയ്യാൻ ഇദ്ദേഹം തീരുമാനിച്ചു. എന്താണ് സത്യാവസ്ഥ എന്ന് അറിയണ്ടേ. അങ്ങനെ അടുത്ത ദിവസം രാത്രിയായി. ഈ സ്ത്രീ ഓടിപ്പോകുന്ന ഇദ്ദേഹം കണ്ടു. ഇദ്ദേഹം മെല്ലെ ഈ സ്ത്രീയെ ഫോളോ ചെയ്ത് പോയി. ഈ സ്ത്രീ ഓടി ആ പ്ലാറ്റ്ഫോമിൻ്റെ മറുവറ്റത്ത് പോയിട്ട് നിൽക്കുന്നത് ഇദ്ദേഹം കണ്ടു. ഇദ്ദേഹം മെല്ലെ പോയ സ്ത്രീയുടെ പിറകെ പോയി നിന്നു. എന്നാൽ ഈ സ്ത്രീയുടെ അടുത്തെത്തിയപ്പോഴേക്കും ഈ സ്ത്രീ അപ്രത്യക്ഷമായി. ഇത് കണ്ട് ഇദ്ദേഹം മൊത്തത്തിൽ പേടിച്ച് പാനിക്കായി തിരിച്ച് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഓടി. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണുന്നത് ഓഫീസിനുള്ളിൽ മരിച്ചു കിടക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററെയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം അവിടെയുള്ള ജോലിക്കാർക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ന്യൂസ് ആ നാട് മൊത്തത്തിൽ വ്യാപിച്ചു. അങ്ങനെ യാത്രക്കാരൊന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാതെയായി. അവിടെയുള്ള ജോലിക്കാർ തന്നെ ജോലി ഉപേക്ഷിച്ചിട്ട് പോയി. പുതിയ ജോലിക്കാർ അവിടെ വരാതെയായി പേടിച്ചിട്ട്. അങ്ങനെ ഗവൺമെൻറ്റിന് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായി അടച്ചിടേണ്ടി വന്നു. അങ്ങനെ 42 വർഷത്തോളം കാലം ഈ റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായി അടച്ചിട്ടു എന്നാണ് പറയുന്നത്. ഈ ഒരു കഥ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇതൊക്കെ സത്യമായിരിക്കുമോ? കമൻറ്റ് യുവർ തോട്ട്സ് ബിലോ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.